അവതരിപ്പിക്കുന്ന വിധിയല്ലത് ജീവിതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എത്തുന്നത് വാരിക്കുഴിയിൽ നിന്നും വത്സരകുമാരി. എന്തൊക്കെയാണ് സുഖമല്ലേ? ഇത് ചേച്ചി പറയണേ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടിയും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും അടിയും പ്രശ്നം ചേച്ചി നമുക്ക് എല്ലാം ശരിയാക്കാൻ മനസ്സിലായി. ഇപ്പൊ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്? ഒരു 10 മണിന്ന് കിട്ടുന്ന ഒരു സാരി എനിക്ക് കിട്ടാറില്ല. അയാൾ എന്നും കുടിക്കണം, തല്ലും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ഓരോ സ്ത്രീകൾ ഇങ്ങനെ അഴിഞ്ഞാടുന്നു, എനിക്കത് പോലും പറ്റുന്നില്ല. ശരി, നമുക്ക് രമേശിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. രമേശൻ, രമേശൻ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഇവള് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ? എന്നാലും നിങ്ങളുടെ അടുത്ത് നിന്നാണ് എനിക്ക് കേൾക്കണ്ട. പറയൂ, എന്താണ് പ്രശ്നം? എന്താണ് അത്? പിന്നെ മേഡം, ഞാൻ ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനിരിക്കുന്നില്ല. ദിവസവും ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. അത് എന്റെ ഉത്തരവാദിത്തമാണ്. ചായ ഉണ്ടാക്കി തരുന്നതാണ് മേഡം അടുത്തൊരു പ്രശ്നം. ഇവിടെ ഒരു സ്ത്രീകൾ എന്തോരം എന്തൊക്കെ ചെയ്യുന്നു അതൊന്നും അവർ കാണുന്നില്ലേ? ചായ ഉണ്ടാക്കി തരുന്നു. മേഡം ഇത് കേൾക്കണം. ഞാൻ ലളിതേച്ചിയുടെ വീട്ടിലൊന്ന് കാപ്പിപ്പൊടി വാങ്ങാൻ പോയതാ. എന്തിനു പോയി? എന്തിന് ലളിതയുടെ വീട്ടിൽ പോയി? ആളില്ല. അവിടെ ആളില്ലെന്നറിയാമോ? ഇവക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, പഞ്ചസാര, എന്തിന് എല്ലാ സാധനവും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ അവൾ അവിടെ പോയി? ഞാൻ പറയാൻ പോകുന്നത്, അവിടെ പോയി ഇരുന്നപ്പോൾ ഒരാളെ ഞാൻ അവിടെ അടി കണ്ടു. അപ്പോഴത്തേക്ക് ഒരു അനക്കം. ഞാൻ ഒന്ന് കുനിഞ്ഞു നോക്കി. ലളിതയുടെ കട്ടിലിന്റെ അടിയിൽ എന്തിനു നോക്കി? ലളിത അവിടെ ഇല്ലായിരുന്നു. ലളിത അവിടെ ജോലിക്ക് പോയ ലളിതയുടെ വീട്ടിൽ ഇവൾ എന്തിനു പോയി? തോന്നിക്കൊരു വീട്ടേക്ക് അടിക്കാൻ പറ. ഞാൻ പറഞ്ഞു വരുന്നത് മേഡം, ഞാൻ അവിടെ പോയപ്പോഴാണ് ഈ കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ടു ഞാൻ ആസ്വദിച്ചിരിക്കുകയാണ് ഒരാള്. അപ്പൊ അവൾ ആരെ കാണാൻ പോയി? മേഡം പറ, അവൾ ആരെ കാണാൻ പോയി? സുധാകരനെ കാണാൻ പോയി. സുധാകരനെ കാണാനായോണ്ടല്ലേ ലളിത ഇല്ലാത്ത സമയത്ത് ലളിതയുടെ വീട്ടിൽ പോയത്. ഞാൻ അവിടെ കണ്ട കാഴ്ച മേഡത്തിന് അറിയാമോ? ദൈവമേ, ഞാൻ കണ്ട കാഴ്ച കണ്ട മേഡം തന്നെ വെട്ടിപ്പോയി. എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? പറയൂ. എന്തായിരിക്കാം വിലാസിനി അവിടെ കണ്ടത്? കാത്തിരുന്ന് കാണുക. വിധിയല്ലിത് ജീവിതം.